നിങ്ങൾക്ക് ഒരു സിവിൽ സർവൻ്റ് ആയാൽ അത് IAS ആകട്ടെ IPS ആകട്ടെ 22 സർവീസ് മേഖലകളുണ്ട്. ഒരൊറ്റ പരീക്ഷ യൂണിയൻ പബ്ലിക് കീഴിലുള്ള സർവീസ് കമ്മീഷൻ്റെ കീഴിലുള്ള UPSC എന്ന് അറിയപ്പെടുന്ന യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ കീഴിൽ ഒരൊറ്റ പരീക്ഷ എഴുതിയാൽ 22 വിവിധ സർവീസുകളിൽ നിങ്ങൾക്ക് ചേരാൻ സാധിക്കും. അതിലത്തെ ഏറ്റവും മുകളിൽ കിടക്കുന്നത് IAS ആണ് തീർച്ചയായിട്ടും. പിന്നെ IPS ഉണ്ട്, ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉണ്ട്, ഇന്ത്യൻ റവന്യൂ സർവീസ് ഉണ്ട്, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ് ഉണ്ട്. അങ്ങനെ 23 സർവീസുകളിൽ ഒരൊറ്റ പരീക്ഷ കൊണ്ട് നിങ്ങൾക്ക് ഭാഗവത്താകാൻ സാധിക്കും. ഞാൻ തീർച്ചയായിട്ടും നിങ്ങളോട് പറയാം, ഇത്തരത്തിലുള്ള പല രംഗങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഒരു IAS ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഒരു സിവിൽ സർവൻ്റ് ആയാൽ അതിൻ്റെ നമുക്ക് കിട്ടുന്ന ആത്മസംതൃപ്തി മറ്റൊരു ലെവലാണ്. ഗൂഗിളിലൊക്കെ പോയാൽ, മൈക്രോസോഫ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ലക്ഷങ്ങൾ ശമ്പളം 2-3 ലക്ഷമൊക്കെ മൈക്രോസോഫ്റ്റിൽ കിട്ടുമായിരിക്കും. അത് കിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന ആത്മസംതൃപ്തി ഉണ്ടല്ലോ, അത് ലക്ഷങ്ങളല്ല, അത് കോടികളായിട്ടുള്ള ഒരു ആത്മസംതൃപ്തി ആയിരിക്കും. മറ്റുള്ളവർക്ക് അധികാരം ഒരു വശത്തെ അധികാരം നിങ്ങൾക്ക് ഒരുപാടുണ്ട്. ആ അധികാരം നല്ല കാര്യത്തിന് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആത്മസംതൃപ്തി, ഒരു റോഡില്ലാത്തവർക്ക് റോഡ് പണിത് കൊടുക്കുക, ഒരു പാലമില്ലാത്തവർക്ക് പാലം പണിത് കൊടുക്കുക, വീടില്ലാത്തവന് വീട് കൊടുക്കുക, പട്ടിണി കിടക്കുന്നവർക്ക് അവർക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഭക്ഷണത്തിൻ്റെ സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് ഏത് ഗൂഗിളിലോ ഏത് മൈക്രോസോഫ്റ്റിലും സാധിക്കില്ല. അത് നമ്മുടെ ഇന്ത്യൻ സിവിൽ സർവീസിൽ മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അല്പം ബുദ്ധിമുട്ടാണ് ഇതിനകത്ത് കിട്ടാനെന്നുള്ള ഭയപ്പാട് കൊണ്ട് ഇത് ശ്രമിക്കാതിരിക്കരുത്. ബുദ്ധിമുട്ടി പഠിച്ചവർ തന്നെയാണ് നിങ്ങളെപ്പോലെയും എന്നെപ്പോലെയുള്ളവർ ഇന്ന് സർവീസിൽ ഏറ്റവും ഉന്നത സ്ഥായികളിലുള്ളത്. ബുദ്ധിമുട്ടാണ്. വെറുതെ ഒരു പരീക്ഷ പോയി ലാഘവ ബുദ്ധിയോടുകൂടെ എഴുതിയാൽ കിട്ടാൻ പോകുന്ന ഒന്നുമല്ല. ഞാൻ ആദ്യം ഇതിനു വേണ്ടി ശ്രമിച്ചപ്പോൾ 4 മാസം കുത്തിയിരുന്ന് പഠിച്ചു. രാത്രിയും പകലും സൂര്യൻ ഉദിക്കുന്നതും സൂര്യൻ അസ്തമിക്കുന്നതും കാണാതെ പഠിച്ചു. എന്നിട്ട് പോലും IPS ആദ്യത്തെ തവണ കിട്ടിയുള്ളൂ. രണ്ടാമതും IPSൽ നിന്ന് ലീവ് എടുത്ത് ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പ് ഞാൻ ലീവ് എടുത്തുകൊണ്ട് 4 മാസത്തെ ലീവ് എടുത്തുകൊണ്ട് വീണ്ടും പഠിച്ചു. വീണ്ടും ഈ പറഞ്ഞ പോലെ 3-4 മാസം. ഇപ്പോൾ ഒരു തവണ എഴുതിയത് കൊണ്ട് ഒരു എക്സ്പീരിയൻസ് ആയി. ഏത് വിഷയങ്ങളെടുത്താൽ നല്ല മാർക്ക് കിട്ടും, ഏത് വിഷയങ്ങളെടുത്താൽ മാർക്ക് കുറയും, ഇൻ്റർവ്യൂവിൽ എങ്ങനെ ചെയ്യണമെന്നുള്ളതിനെ പറ്റി ഒരു ആത്മവിശ്വാസം കൂടി. അതുകൊണ്ട് രണ്ടാമത്തെ തവണ 3-4 മാസം ഇരുന്ന് പഠിച്ച് എഴുതിയപ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു ഇത്തവണ എനിക്ക് കിട്ടുമെന്ന്. ഇൻ്റർവ്യൂവിലും വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ടാണ് എനിക്ക് IAS ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരള കാഡർ, സ്വന്തം കാഡർ കിട്ടുക എന്ന് പറഞ്ഞാൽ, IAS കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെ. അതിൽ സ്വന്തം കാഡർ കിട്ടുക എന്ന് പറഞ്ഞാൽ, സ്വന്തം സംസ്ഥാനം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ കാര്യം. അതിൽ തന്നെ ഏറ്റവും നമ്പർ 1 ടോപ്പർ ആകുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമാണ്. ഞാനിത് പറയുന്നത് നിങ്ങൾക്കും ഇതുമാകാം എന്ന് അടിവരിയായിട്ട് സൂചിപ്പിക്കുകയാണ്. ഇതെനിക്ക് പറ്റില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ വരരുത്. നമ്മൾ അതിനുവേണ്ടി അതിൻ്റെ ലക്ഷ്യബോധത്തോടു കൂടെ നിങ്ങൾ പഠിച്ചാൽ, അതിൻ്റെ ലക്ഷ്യബോധത്തോടു കൂടെ മുന്നോട്ട് പോയാൽ ഈ പരീക്ഷകളൊക്കെ നിങ്ങൾക്കും തരണം ചെയ്യാൻ സാധിക്കും. അതിനെപ്പറ്റി യാതൊരു സംശയവും വേണ്ട. നിങ്ങളിതിൻ്റെ നമ്പറുകളൊക്കെ കേട്ടിട്ട് പേടിക്കേണ്ട. ഞാൻ നമ്പർ പറഞ്ഞു തരാം. ഓരോ വർഷവും ഏതാണ്ട് 10 ലക്ഷം പേരാണ് IAS IPS ഈ പരീക്ഷകൾക്ക് അപേക്ഷകൾ നൽകുന്നത്. പക്ഷേ ഇത് എഴുതുന്നത് 5-6 ലക്ഷം പേര് മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് 3 കടമ്പകളാണുള്ളത്. ആദ്യം ഒരു പ്രിലിമിനറി പരീക്ഷ എന്ന് പറഞ്ഞ പ്രിലിമിനറി ഉണ്ട്. ഈ 5-6 ലക്ഷം പേര് എഴുതി. അതിൽ നിന്ന് ഏതാണ്ട് 15,000 പേര് മാത്രമാണ് പ്രിലിമിനറി പാസ്സായി മെയിൻസ് പരീക്ഷ എഴുതാനായിട്ട് വിളിക്കപ്പെടുന്നത്. പ്രിലിമിനറി അതുകൊണ്ട് ഒരു വലിയ കടമ്പ തന്നെയാണ്. പക്ഷേ നിങ്ങളെപ്പോലെയുള്ള ഒരു സാധാരണക്കാർ തന്നെയാണ് IASൽ കയറുന്നത്. അല്ലാതെ വലിയ മിടുക്കന്മാരൊക്കെ ഉണ്ട് കേട്ടോ, രാജു നാരായണസ്വാമി പോലെയുള്ളവർ. പക്ഷെ സാധാരണക്കാര്, എന്നെ പോലെയുള്ള സാധാരണക്കാര് പഠിച്ചുകൊണ്ട് ലക്ഷ്യബോധത്തോടുകൂടെ പഠിക്കേണ്ട രീതിയിൽ പഠിച്ച് അതിന് ട്രെയിനിങ് ലഭിച്ചുകൊണ്ട് എഴുതേണ്ട രീതിയിൽ എഴുതി. നമ്മുടെ അറിവ് ഒരുപാട് നമ്മുടെ തലയിൽ ഉണ്ടായാൽ മാത്രം പോരാ, അത് അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും ഏത് പരീക്ഷ എഴുതുമ്പോഴും ആ വിഷയത്തെക്കുറിച്ച് തീർച്ചയായിട്ടും നല്ല അവബോധം വേണം, നല്ല വിവരം വേണം. പക്ഷെ അത് മാത്രം പോരാ. 3 മണിക്കൂറിനുള്ളിൽ 21 ചോദ്യങ്ങളെ എങ്ങനെ എഴുതണം, ആദ്യത്തെ ചോദ്യത്തിന് 20 മിനിറ്റ് എടുത്ത് ബാക്കി ചോദ്യങ്ങൾക്ക് 2-3